Hello all, welcome to XandY Learning. എൻ്റെ പേര് ഷഫീർ അമ്പാട്ട്, ഒരു IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ XandY Learning എന്ന് പറയുന്ന എഡ്യൂക്കേഷണൽ കമ്പനിയുടെ അക്കാഡമിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ തന്നെ ഞാൻ 8 മുതൽ 12 വരെയുള്ള ഒരുപാട് കുട്ടികൾക്ക് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഫിസിക്സ്, മെൻ്റൽ എബിലിറ്റി പോലെയുള്ള സബ്ജക്റ്റുകൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പേരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാകും. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള, ഞങ്ങളൊക്കെ വളരെയധികം വിഷമത്തോടു കൂടി കണ്ട ഒരു വാർത്തയെ പറ്റിയാണ്. നിങ്ങളും ചിലപ്പോൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും. ഈ വർഷത്തെ IIT JEE അഡ്വാൻസ്ഡ് എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, മുഴുവൻ അഡ്മിഷൻസും കംപ്ലീറ്റ് ആയി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് 23 IITകളിലായിട്ട് ഏകദേശം 16,614 സീറ്റുകളുണ്ട്. അതിലേക്കുള്ള അഡ്മിഷൻ എല്ലാം കംപ്ലീറ്റ് ആയി. അപ്പോൾ അതിനുശേഷം IIT പുറത്തുവിട്ട ഒരു വാർത്തയാണ്, അതായത് ഓരോ സംസ്ഥാനത്തും എത്ര കുട്ടികൾ IITകളിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ എന്താണ്, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിലാണ്, സാക്ഷരതയുടെ കാര്യത്തിൽ മുന്നിലാണ്, സ്കൂളുകളിലെ സംവിധാനങ്ങളും മറ്റുമൊക്കെ നമ്മൾ വളരെയധികം മുന്നിലാണ്. അതുപോലെ 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷയുടെ ബോർഡ് എക്സാം റിസൾട്ടിൽ ഫുൾ A+ൻ്റെയും ഫുൾ A1കളുടെയൊക്കെ എണ്ണത്തിൽ നമ്മൾ എത്രയോ മുന്നിലാണ്. പക്ഷേ IITകൾ പോലെയുള്ള പ്രീമിയർ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ ഒരു അഡ്മിഷൻ്റെ കണക്കിൽ പറയുന്നത് വെറും 1% കുട്ടികൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് IITകളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ 16,614 സീറ്റിൽ വെറും 181 കുട്ടികൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു നല്ല നമ്പറാണോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, എന്തായിരിക്കും ഇതിൻ്റെ കാരണം? നമുക്കറിയാം IITകളിലേക്കുള്ള എക്സാം വൺ ഓഫ് ദി ടഫസ്റ്റ് ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ അത്രയും ടഫായിട്ടുള്ള ഒരു എക്സാം എഴുതാൻ കേരളത്തിലെ കുട്ടികൾക്ക് കഴിവില്ലാത്തതാണോ ഇതിൻ്റെ റീസൺ? അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ സ്കൂൾ സിസ്റ്റത്തിൽ, എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്രവേശനം നേടിയിട്ടുള്ളത് രാജസ്ഥാനിൽ നിന്നാണ്. രാജസ്ഥാനിൽ 2184 കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അതുപോലെ ആന്ധ്രാപ്രദേശും തെലങ്കാനയും, പണ്ട് ഒരൊറ്റ സംസ്ഥാനമായിരുന്ന ആന്ധ്രാപ്രദേശ് പ്ലസ് തെലങ്കാന നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രയിൽ 1428 പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്ന് 436 ആളുകൾക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തെലങ്കാനയിൽ നിന്ന് 1644 പേര്. അപ്പോൾ ആന്ധ്ര പ്ലസ് തെലങ്കാന മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ 3000-ൽ കൂടുതൽ കുട്ടികൾക്കാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തം കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ രാജസ്ഥാനും ആന്ധ്ര, തെലങ്കാന പോലെയുള്ള സംസ്ഥാനങ്ങൾ വളരെയധികം മുന്നിലെത്തുമ്പോൾ കേരളത്തിലെ കുട്ടികളുടെ എണ്ണം എല്ലാ വർഷവും താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അപ്പോൾ IIT പോലുള്ള എക്സാമിനേഷന് വേണ്ടത് നമുക്ക് ബോർഡ് എക്സാമിലെ ഫുൾ A+ അല്ലെങ്കിൽ 1200 വാങ്ങുക എന്നുള്ളതല്ല. അതിന് സയൻസും മാത്തമാറ്റിക്സും ചെറിയ പ്രായത്തിൽ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് ഫണ്ടമെന്റൽസോട് കൂടി പഠിച്ചു തുടങ്ങണം. ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലെ കോമ്പറ്റീഷൻ എന്താണ്, അതിലെ ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ്, MCQ ടൈപ്പായിട്ട് വരുന്ന എക്സാമിനേഷൻ എങ്ങനെ, നല്ല സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ, തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെയുള്ള അവയർനെസ് കുട്ടികൾക്ക് നേരത്തെ കൊടുത്തു തുടങ്ങണം. അതിനവരെ 8, 9, 10 ക്ലാസ്സിൽ തന്നെ നമ്മൾ സയൻസിലും മാത്തിലും പ്രോത്സാഹിപ്പിക്കണം. അതിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വിവിധ സ്കോളർഷിപ്പ് എക്സാമുകളും കോമ്പറ്റേറ്റീവ് എക്സാമുകളും എഴുതി പ്രാക്ടീസ് ചെയ്യിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാതെ നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് ബോർഡ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിൽ 6 മാസം റിപ്പീറ്റ് ചെയ്യാൻ പോയത് കൊണ്ടൊന്നും നേടിയെടുക്കാൻ പറ്റുന്നതല്ല ഇതുപോലെയുള്ള എക്സാമുകൾ. ഇതുപോലുള്ള ഇന്ത്യയിലെ നമ്പർ 1 അവസരങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിലെ കുട്ടികൾ എടുക്കുന്നത് എങ്ങനെയാണ്? അവർ നേരത്തെ തന്നെ 8 മുതൽ തന്നെ, ഹൈസ്കൂൾ മുതൽ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഫീൽഡുകൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചു തുടങ്ങുന്നതുകൊണ്ടാണ്. എസ്പെഷ്യലി JEE NEET പോലെയുള്ള എക്സാമിനേഷൻസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ NEET എക്സാമിൻ്റെ റിസൾട്ടിലൊക്കെ താരതമ്യേന നമ്മൾ വളരെ ഇംപ്രൂവ്ഡ് ആണ്. ഒരുപാട് കാലം വരെ കേരളം മുന്നിലായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അതിലും നമ്പർ കുറയുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ് ഈ ഒരു IIT അഡ്മിഷൻ്റെ റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള എക്സാമിനേഷൻസിന് വേണ്ടിയുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ പ്രിപ്പറേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ കണക്കുകൾ തന്നെ ഒന്നും കൂടെ വിശദീകരിക്കുകയാണെങ്കിൽ 2803 കുട്ടികൾക്കാണ് ആകെ JEE അഡ്വാൻസ്ഡ് എക്സാം എഴുതാൻ വേണ്ടി എലിജിബിലിറ്റി കിട്ടിയിട്ടുള്ളൂ. എന്നുവെച്ചാൽ ഏകദേശം 2 ലക്ഷത്തോളം കുട്ടികൾ എഴുതുന്ന എക്സാമാണ്. അതിൽ ആകെ 2800 കുട്ടികൾക്ക് മാത്രമാണ് കേരളത്തിൽ നിന്ന് എഴുതാൻ പറ്റിയിട്ടുള്ളൂ. അതിൽ തന്നെ ആകെ ഞാൻ ഈ പറഞ്ഞ 181 സ്റ്റുഡൻസിനാണ് ഫൈനലി അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പാരൻസിനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ക്ലാസ്മേറ്റ്സ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ സ്കൂളിലെ ടീച്ചേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. അതായത് എത്രത്തോളം പിന്നിലാണ് കേരളം ആക്ച്വലി ഇന്ത്യയിലെ നമ്പർ 1 സ്ഥാപനങ്ങളിലേക്കുള്ള അഡ്മിഷൻസിൻ്റെ എണ്ണത്തിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കോളർഷിപ്പുകൾ കിട്ടുന്ന കുട്ടികളുടെ എണ്ണത്തിലും കേരളം എത്രത്തോളം പിറകിലാണ് എന്നുള്ളത് നമുക്ക് മറ്റുള്ളവരോട് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ബോർഡ് എക്സാമിന് വേണ്ടി മാത്രമുള്ള പ്രിപ്പറേഷനാണ്. കുട്ടികൾ +2 കഴിഞ്ഞിട്ടാണ് ആലോചിച്ച് തുടങ്ങുന്നത് ഏതാണ് നല്ല മേഖല എന്നുള്ളത്. കുറച്ച് മുന്നേ പുറത്ത് വന്ന CUETയുടെ, അതായത് CUET എക്സാം നമുക്കറിയാം, സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള അഡ്മിഷൻ ഇത്രയും കാലം എങ്ങനെയാണ്, +2ൻ്റെ മാർക്ക് മാത്രം നോക്കി നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ 1200-ൽ നല്ല മാർക്ക് കിട്ടിയ ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡൽഹി യൂണിവേഴ്സിറ്റിയിലും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ
അതെന്താക്കി മാറ്റി, CUET എന്ന് പറയുന്ന ഒരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വഴി അഡ്മിഷൻ ആക്കി മാറ്റിയപ്പോൾ കഴിഞ്ഞ വർഷം 120ഓളം കുട്ടികളൊക്കെ ജോയിൻ ചെയ്ത ഒരു ഡൽഹി യൂണിവേഴ്സിറ്റീസിലെ കോഴ്സിൽ ഈ വർഷം വെറും ഒരു മലയാളി കുട്ടിക്ക് മാത്രമാണ്, കേരളത്തിൽ നിന്ന് 120 പേര് പോയിരുന്ന കോഴ്സിലേക്ക് ഒരൊറ്റ ആൾക്ക് മാത്രമാണ് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ കണക്കിന്റെ വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കുക. ബോർഡ് എക്സാമിന്റെ പരിഗണന മാറ്റിയിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ കൊണ്ടുവന്നപ്പോൾ കേരളത്തിലുള്ള ആളുകൾക്കൊന്നും അഡ്മിഷൻ കിട്ടാത്ത അവസ്ഥയായി. കാരണം നമ്മൾ ആകെ ട്രെയിൻ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ബോർഡ് എക്സാമിന് മാർക്ക് കിട്ടുക, സ്കൂളിൽ മാർക്ക് കിട്ടുക, ഇത് മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ആ ഒരു ഫുൾ A+ കൊണ്ടോ അല്ലെങ്കിൽ +2 മാർക്ക് കൊണ്ടോ ഒന്നും ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയോജനവും ഇല്ലാത്ത റിസൾട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ത്യ പോലെ ഇത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് ഏറ്റവും നല്ല അവസരങ്ങൾ എപ്പോഴും കോമ്പറ്റേറ്റീവ് ആയിരിക്കും. മത്സര പരീക്ഷകളിലൂടെ തന്നെ നമുക്ക് നല്ല കോളേജ് അഡ്മിഷൻസും നല്ല ജോലിയും നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനെല്ലാം നമ്മൾ തുടങ്ങേണ്ടത് എവിടുന്നാണ്? ഹൈസ്കൂളിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് സയൻസിലും മാത്തിലും ഒക്കെ ഉള്ള ഫണ്ടമെന്റൽസ് പഠിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവിങ് സ്കില്ലൊക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ അത്തരം എക്സാമുകൾക്ക് താല്പര്യമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം? XandY ലേണിംഗുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും പാരൻസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം. കാരണം ഈ ഒരു മെസ്സേജ് നമ്മൾ എല്ലായിടത്തും എത്തിക്കേണ്ടതുണ്ട്. നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ്റെ ആക്ച്വൽ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ബാക്കിയുള്ള ആളുകൾക്കും കൂടെ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, താങ്ക് യു.